ഇന്ന് നമ്മളെ ഈ ഒരു പട്ടുസാരി വെച്ചിട്ട് ഒരു അടിപൊളി ധാവണിയാണ് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു പട്ടുസാരി വാങ്ങിച്ചിട്ട് കുറേ നാളായിട്ടോ ഇങ്ങനെ ഉടുക്കാതെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സാരി ഉടുത്തിട്ടുമില്ല. അപ്പോൾ പുതിയ സാരിയാണേ. അപ്പോൾ നമ്മൾ മീഷോയിൽ ഓഫറിന് കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നൊരു സാരിയാണ് കേട്ടോ. നല്ല വില കുറവിന് കിട്ടിയ സാരിയാണെങ്കിലും നല്ല ഭംഗിയുള്ള സാരിയും അതുപോലെ തന്നെ ഇതിൻ്റെ തുണിയും നല്ല തന്നെയാണ് കേട്ടോ. പിന്നെ പട്ടാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പട്ട്, ഇത്തിരി കോപ്പറിൻ്റെ ഷെയ്ഡൊക്കെ വരുന്ന ഒരു പട്ടാണ് കേട്ടോ ഇതിലെ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആ ഒരു തലപ്പ് ഭാഗം വെട്ടി മാറ്റി വെക്കാം കേട്ടോ. അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. പിന്നെ നമുക്കിതിൻ്റെ സൈഡ് ഭാഗത്ത് വരുന്നതുണ്ടല്ലോ, ഈ ഒരു പട്ടിൻ്റെ തന്നെ ചെറിയ ഡിസൈനായിട്ട് വരുന്ന ഭാഗം, ആ ഒരു ഭാഗം വെച്ചിട്ടാണ് ഞാൻ പാവാട തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ പാവാട തയ്ക്കാനായിട്ട് ഞാൻ സാരിയിൽ നിന്ന് തുണി കട്ട് ചെയ്ത് മടക്കിയിട്ടിട്ടുണ്ട്. പാവാട തയ്ക്കാനായിട്ട് സാരിയിൽ നിന്ന് ഞാനിവിടെ ഒരു 3.5 മീറ്റർ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 3.5 മീറ്റർ തുണിയൊക്കെ എടുക്കുമ്പോഴേ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ താഴ്ഭാഗം വരെ നമുക്ക് ഞെറി നല്ല രീതിയിൽ തേച്ച് കഴിഞ്ഞാൽ എടുക്കാനാണ് ഇത്ര തുണി എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ പാവാടയ്ക്ക് എത്രയാണോ ഇറക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ഇറക്ക് ഈ മടക്കിയിട്ട തുണിയിൽ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എപ്പോഴും പാവാട തയ്ക്കുമ്പോഴേ ഞാൻ കറക്റ്റ് ആ ഒരു അളവിലല്ല കേട്ടോ തയ്ക്കുക. അതിനേക്കാളും ഇറക്ക് ഒരു 2 ഇഞ്ചൊക്കെ കൂട്ടിയിട്ടിട്ടാണ് തയ്ച്ചെടുക്കുക. അപ്പം മേൽഭാഗത്തേക്ക് നമ്മൾ പട്ട വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പട്ട വയ്ക്കാനായിട്ട് ഞാൻ ഇതുപോലെ നല്ല വീതിയുള്ള ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീതിയുള്ള തുണി എടുത്തിട്ട് ഇതേപോലെ മടക്കിയിട്ടാണ് ആദ്യം തയ്ക്കുക. അതിന് ശേഷം ഒന്നും കൂടി മടക്കിയിട്ട് തയ്ക്കുമ്പോൾ ആ ഒരു ഭാഗം നല്ല ഭംഗിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വീതിയുള്ള തുണി എടുക്കുന്നത്. പാവാട കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു കുഞ്ഞ് ബ്ലൗസും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ മുഴുവനായിട്ടുള്ള കണക്കുകളും ഇതൊന്നും ഞാനിവിടെ പറയുന്നില്ല കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാവാടയും ബ്ലൗസും 13 വയസ്സായിട്ടുള്ള കുട്ടിയുടെ അളവിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ ചെറിയ മക്കൾക്ക് നമുക്ക് ടെക്കൊക്കെ ഇട്ടിട്ടുള്ള ബ്ലൗസ് തയ്ക്കണം എന്നുണ്ടെങ്കിലേ അതിൻ്റെ അളവൊന്നും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് വന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞ് ബ്ലൗസ് അടിക്കുന്ന വീഡിയോ നമ്മൾ മുഴുവനായിട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. ചെറിയ മക്കളുടെ ബ്ലൗസായ കാരണം ഇതുപോലത്തെ ടെക്കിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കരുത് കേട്ടോ. അതായത് ചെറിയ മക്കളാണെന്നുണ്ടെങ്കിലും നമ്മുടെ ധാവണിക്കായ കാരണേ ഇതുപോലത്തെ ടെക്കൊക്കെ ആയിട്ടുള്ള ബ്ലൗസ് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ധാവണിയുടെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞിട്ട് ഷാളൊക്കെ വെച്ചിട്ട് നമ്മൾ ഞെറിഞ്ഞ് കുത്തില്ലേ, അപ്പോൾ നമ്മുടെ ആ ഒരു ധാവണി ഉടുത്തങ്ങോട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കണമെങ്കിൽ ഇതുപോലെ ചെറിയ ടെക്കൊക്കെ ഇട്ടിട്ടുള്ള ബ്ലൗസ് തയ്ച്ചാൽ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെയാണ് നമ്മളിതുപോലെ കുഞ്ഞ് ബ്ലൗസ് ആണെങ്കിലും നമ്മൾ വലിയവരുടെ പോലെ ടെക്കും എല്ലാ അളവുകളും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ താഴ്ഭാഗത്തെ പട്ടയുടെ അളവും ഒക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്കുള്ള ആ ഒരു ടെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ മക്കൾക്ക് ഇതുപോലത്തെ ടെക്കായിട്ടുള്ള ബ്ലൗസ് അടിക്കുമ്പോഴേ അളവ് ബ്ലൗസൊന്നും നമുക്ക് വേണമെന്നില്ല കേട്ടോ. അവരുടെ എത്രയ്ക്കാണോ നമുക്ക് ഇറക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ഇറക്കും അതുപോലെ തന്നെ വണ്ണവും ഒക്കെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ രീതിയിൽ ടെക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ബ്ലൗസ് തയ്ച്ചെടുക്കാം. ബ്ലൗസിലെ ടെക്കും അതിൻ്റെ മെയിനായിട്ടുള്ള കണക്കുകളും ഒക്കെ നമ്മളിതിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ആ ഒരു പട്ടയുടെ ഷേപ്പ് വരച്ചിട്ടില്ലേ, അവിടെ നിന്ന് നമുക്ക് വെട്ടി ഇതിനെ സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ ബാക്കിയുള്ള കഴുത്തും ആ ഒരു സൈഡ് ഭാഗമൊക്കെ വെട്ടി ക്ലിയർ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് വേണേൽ മെയിനായിട്ടുള്ള തുണിയിലേക്ക് വെച്ചിട്ട് അതേ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ലൈനിങ് തുണിയും മെയിനായിട്ടുള്ള തുണിയും തമ്മിൽ കട്ട് ചെയ്യുന്നത് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുന്നത്. ബാക്ക് പീസിൽ നമ്മളിത് ഇതേപോലെ താഴ്വശത്ത് നിന്നിട്ട് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഉള്ളിലോട്ട് മാർക്ക് ചെയ്തിട്ടൊന്ന് ചെരിച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ബ്ലൗസിൻ്റെ കൈ നമുക്ക് മേൽഭാഗത്ത് പഫായിട്ട് വരുന്ന കൈ ഉണ്ടല്ലോ, ആ ഒരു കൈയാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത്. അപ്പം ഞാനത് ലൈനിങ് തുണിയും അതിൽ നിന്ന് മെയിനായിട്ടുള്ള തുണിയിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാവാടയുടെയും ബ്ലൗസിൻ്റെയും ഒക്കെ കട്ട് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാവാട തയ്ക്കണ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ മുന്നേ പാവാടയൊക്കെ തയ്ക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഞെറിയോട് കൂടിയിട്ട് തന്നെ പാവാട തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്. ഇനി നമുക്കിതിനെ നല്ല രീതിയിൽ തന്നെ തേച്ചെടുക്കണം കേട്ടോ, എന്നാലാണ് നമ്മുടെ പാവാടയുടെ ആ ഒരു ഭംഗി അറിയുള്ളൂ. ഇനി നമുക്ക് ബ്ലൗസാണ് കേട്ടോ തയ്ച്ചെടുക്കാനുള്ളത്.
ബ്ലൗസിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തയ്ക്കാനായിട്ട് നമ്മുടെ ലൈനിങ്ങും മെയിനായിട്ടുള്ള തുണിയും തമ്മിൽ ആദ്യം വലിയ കാണിയിട്ടിട്ട് തയ്ച്ചെടുത്തു. അതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെയൊക്കെ തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ ടെക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല ഭംഗിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ പഫായിട്ടുള്ള കൈ തയ്ക്കാനായിട്ട് ലൈനിങ്ങും ആ ഒരു മെയിനായിട്ടുള്ള തുണിയും തമ്മിൽ കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് ഭാഗത്തും സെൻറ്റർ ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് വലിയ കാണിയിട്ടിട്ട് ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ ഒന്ന് തയ്ച്ചെടുത്തിട്ട് ഒരു നൂലിനെ വലിച്ചങ്ങോട്ട് ചുളിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞെറിവിടാനായിട്ട്. അപ്പം നേരിട്ട് ചെറിയ ചെറിയ ഞെറിവിടാനായിട്ട് അതാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അപ്പം ഇതുപോലെ നൂല് വലിച്ചിട്ട് കൈ ഞെറി ഇട്ടെടുക്കാനാണെന്നുണ്ടെങ്കിലേ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇതുപോലത്തെ ഞെറി വെച്ചിട്ടുള്ള കൈയാണെങ്കിൽ ഞാൻ ഇതേ രീതിയിലാണ് ചെയ്തെടുക്കാറ്. അപ്പം നല്ല ഭംഗിയിൽ തന്നെ എല്ലാ വശത്തേക്കും ഒപ്പം ഒരുപോലെ ഞെറിവ് കിട്ടും. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മുടെ ആ ഒരു ഷോൾഡർ ഭാഗമൊക്കെ കൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്തേക്ക് കൈയിൻ്റെ ഇതുപോലെ ചീത്ത വശം ഇങ്ങനെ മേൽഭാഗത്തേക്ക് ആക്കി വെച്ചിട്ട് ആ ഒരു സെൻറ്റർ ഭാഗം ഇതേപോലെ ഒപ്പം വയ്ക്കുക. അതിന് ശേഷം രണ്ട് വശത്തേക്കായിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ ആദ്യം. അതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് മൊത്തമായിട്ട് നല്ല വൃത്തിക്ക് തന്നെ തയ്ച്ചെടുക്കുക. ഷോപ്പിൽ പോയിട്ട് ഒരു ധാവണി സെറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2000 രൂപയെങ്കിലും എന്തായാലും കൊടുക്കണം. അപ്പം നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ പട്ടുസാരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ധാവണി ചെയ്തെടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തിട്ടേ നമുക്ക് എപ്പോഴും ഷോപ്പിലത്തെ ധാവണിയാണെങ്കിലും ഇതേപോലെ സിമ്പിളായിട്ടുള്ള ധാവണി വരുന്നുണ്ട്. അതിനും ഇതേ റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. അതിൽ ആകെ കൂടിയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഷാൾ ഉണ്ടല്ലോ, ഷാളിൻ്റെ തെറ്റത്തൊക്കെ അത്യാവശ്യം നല്ല വർക്ക് വരും, അങ്ങനെയുള്ളതാണ്. അപ്പോൾ നമുക്ക് സാരി വെച്ചിട്ട് നമ്മളിതുപോലെ ചെയ്തെടുത്ത ധാവണിയാണെന്നുണ്ടെങ്കിലേ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ ഉള്ള കടകളുണ്ടല്ലോ, അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള അത്യാവശ്യം നല്ല വർക്കൊക്കെ വരുന്ന ഷാളുകൾ കേട്ടോ. അതായത് വലിയ തുണിയിൽ നിന്ന് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് 2 മീറ്ററോ 2.5 മീറ്ററോ എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. അതായത് നമ്മുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ചിട്ട് അതായത് നമുക്ക് ഓരോരുത്തർക്കും വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റേറ്റിനുള്ള ഷാളുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് നോക്കി നമുക്ക് കളറിന് മേച്ചായ ഷാൾ എടുക്കാം. അങ്ങനെ നമ്മുടെ കയ്യിൽ സാരി കൊണ്ട് തയ്ച്ച ധാവണി ആയാലും അടിപൊളിയായിട്ട് നമുക്ക് ഷാളും വെച്ച് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ധാവണിയുടെ ബ്ലൗസ് സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നോക്കാം കേട്ടോ, ഇത് തയ്ച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. ചെറിയ ബ്ലൗസാണെങ്കിലും വലിയ ബ്ലൗസാണെങ്കിലും ഇതുപോലെ നല്ല ടെക്കൊക്കെ ഇട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുമ്പോൾ നല്ല അടിപൊളി നല്ല ഷേപ്പായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലൗസ് തയ്ച്ചിട്ട് നല്ല രീതിക്ക് തന്നെ കേട്ടോ എല്ലായിടും നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാവാട തയ്ച്ചതാണെന്നുണ്ടെങ്കിലും ഞെറിയൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ താഴ്വശം വരെ നമ്മൾ ഞെറിഞ്ഞ് തേച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പാവാടയുടെ പട്ട തയ്ച്ചതാണെങ്കിലും ഒരു ചുളിവ് പോലും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഷാൾ സെറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കിട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളിത് ഇതുപോലെ ഒലിച്ചെടുക്കണ ഷാൾ വെച്ചിട്ട് നമ്മൾ ധാവണി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം.